നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള സൗജന്യ ഭവനങ്ങളുടെ താക്കോൽ കൈമാറി. 160 വീടുകളാണ് പദ്ധതിയിൽ നിർമ്മിക്കുന്നത്. 8 വീടുകളുടെ താക്കോലാണ് കൈമാറിയത്. ഭവന നിർമ്മാണത്തിനും ആരോഗ്യ മേഖലയ്ക്കും മുൻഗണന നൽകി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. 18.60 കോടി രൂപയുടേതാണ് ബജറ്റ്. ലൈഫ് ഭവന പദ്ധതിക്കായി 1.17 കോടി രൂപ വകയിരുത്തി. കൊല്ലം ജവഹർ ബാലഭവനിൽ വികസന പദ്ധതികൾക്ക് തുടക്കം. 2.88 കോടിയുടെ വികസന പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ബാലഭവൻ സുവർണ ജൂബിലി സ്മാരക ബഹുനില ആസ്ഥാന മന്ദിരം, ഓഡിറ്റോറിയ നവീകരണം, മിനി തിയേറ്റർ എന്നിവ നവീകരിക്കും. വിശദമായ വാർത്തകളിലേക്ക്. ജനകീയ ക്ഷേമ പദ്ധതി നടപ്പിലാക്കാൻ ലോട്ടറി വരുമാനം സഹായകമായതായി മന്ത്രി KN ബാലഗോപാൽ. ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള സൗജന്യ ഭവനങ്ങളുടെ താക്കോൽ കൈമാറുകയായിരുന്നു അദ്ദേഹം. ലോട്ടറി വിൽപ്പനയ്ക്ക് ഈടാക്കുന്ന അധിക നികുതിയുടെ ഭാരം കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കും. 160 വീടുകളാണ് പദ്ധതിയിൽ നിർമ്മിക്കുന്നത്. 8 വീടുകളുടെ താക്കോലാണ് കൈമാറിയത്. ലോട്ടറി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനവും ഉപയോഗിച്ച് സംസ്ഥാനത്ത് ജനകീയ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയതായി മന്ത്രി KN ബാലഗോപാൽ. ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങൾക്കായി സൗജന്യ ഭവന പദ്ധതിയിലൂടെ നിർമ്മിച്ച വീടുകളുടെ താക്കോൽ ദാനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം CSI കൺവെൻഷൻ സെന്ററിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വിഷു ബമ്പറിന്റെ ലോട്ടറി ആ തുകയിൽ നിന്നാണ് 160ഓളം വീട് കൊടുക്കാനുള്ള തീരുമാനമെടുത്തു. അതിനൊരു സെലക്ഷൻ പ്രോസസ്സ് സ്വന്തം ഇഷ്ടപ്രകാരം കുറച്ച് ആളുകൾ തീരുമാനിക്കുന്നതല്ല. അതിൻ്റെ മാനദണ്ഡം വെച്ചിട്ടാണ് ആ വീട് കൊടുക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ആദ്യ ഗഡുവായിട്ട് ഉള്ള വീടുകളാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇത് എല്ലാ ജില്ലയിലും നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് നമുക്ക് അതിൻ്റെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ വേഗം പൂർത്തീകരിച്ച് നമുക്ക് നൽകാൻ പറ്റും. നമ്മുടെ ഈ സംസ്ഥാനത്താകെ ലോട്ടറി ഇങ്ങനൊരു സംവിധാനം തന്നെ ലോട്ടറി തൊഴിലാളികളുടെ ക്ഷേമത്തിന് ലോട്ടറി മേഖലയെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ ഇതേപോലെ നടത്തുന്ന മറ്റൊരു സംസ്ഥാനമില്ല. ലോട്ടറി മേഖലയെ ആശ്രയിച്ച് 1 ലക്ഷം പേർ ജീവിക്കുന്നുണ്ട്. വിൽപ്പനയ്ക്ക് ഈടാക്കുന്ന അധിക നികുതിയുടെ ഭാരം കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കും. ഓൺലൈൻ ചൂതാട്ടത്തിന്റെ സ്വാധീനം കുറയ്ക്കാൻ വ്യവസ്ഥാപിത സംവിധാനമായ ലോട്ടറി മേഖലയ്ക്ക് കഴിയണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. 160 വീടുകളാണ് പദ്ധതിയിലൂടെ നിർമ്മിക്കുന്നത്. 2021 ലൈഫ് വിഷു ബമ്പർ ലോട്ടറി വിൽപ്പനയിലൂടെ സമാഹരിച്ച 9.47 കോടി രൂപ വിനിയോഗിച്ചാണ് ക്ഷേമനിധി അംഗങ്ങൾക്ക് വീടൊരുക്കുന്നത്. ഭവന പദ്ധതികൾ കൂടാതെ ചികിത്സാ സഹായമായി 5000 രൂപയും ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സ തേടുന്ന അംഗങ്ങൾക്ക് 50,000 രൂപയും, അംഗങ്ങളുടെ പെൺമക്കൾക്ക് വിവാഹ ധനസഹായമായി 25,000 രൂപ, ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള മരണാനന്തര ധനസഹായം, കുട്ടികൾക്കുള്ള ധനസഹായം, ബീച്ച് അംബ്രല എന്നിവ നൽകി വരുന്നതായി മന്ത്രി പറഞ്ഞു. 8 പേർക്കാണ് വീടുകളുടെ താക്കോൽ ആദ്യഘട്ടമായി കൈമാറിയത്. M നൌഷാദ് MLA അധ്യക്ഷത വഹിച്ചു. മാസം 600 രൂപ അല്ല, വർഷത്തിൽ 600 രൂപയാണ് അടയ്ക്കുന്നത്. ഗുരുവായൂരപ്പൻ ഉണ്ടോ ഇല്ലയോ? ഇല്ലേ? ഇതെല്ലാം ഉണ്ടല്ലോ. ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ TB സുബൈർ, കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ SJ മോഹൻ, ബോർഡ് അംഗങ്ങളായ VB അശോകൻ, V ബാലൻ, ഹഫ്സൽ സുലൈമാൻ, TB ദയാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം ജവഹർ ബാലഭവനിൽ 2.88 കോടിയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം. ബാലഭവൻ സുവർണ ജൂബിലി സ്മാരക ബഹുനില ആസ്ഥാന മന്ദിരം, ഓഡിറ്റോറിയം നവീകരണം, മിനി തിയേറ്റർ എന്നിവയാണ് നവീകരിക്കുന്നത്. കൊല്ലം ജവഹർ ബാലഭവനിൽ 2.88 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനമാണ് നടന്നത്. ബാലഭവന്റെ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സജീവ പിന്തുണ നൽകുമെന്ന് മന്ത്രി KN ബാലഗോപാൽ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു. 2 കോടി രൂപ ചെലവിൽ ബാലഭവൻ സുവർണ ജൂബിലി സ്മാരക ബഹുനില ആസ്ഥാന മന്ദിരം, ശീതീകരണം ഉൾപ്പെടെ ഓഡിറ്റോറിയത്തിന്റെ നവീകരണം, കുട്ടികളുടെ മിനി തിയേറ്റർ എന്നിവയാണ് നിർമ്മിക്കുന്നത്. കേരളീയ വാസ്തുശില്പ മാതൃകയിൽ 3 നിലകളിലായാണ് ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നത്. 7238 ചതുരശ്രയടി വിസ്തീർണമുള്ള കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ഓപ്പൺ എയർ സ്റ്റേജ്, സ്റ്റാഫ് റൂം, ചെയർമാന്റെ ഓഫീസ് മുറി, 2 ക്ലാസ് മുറികൾ, സന്ദർശക മുറി, ബോർഡ് റൂം എന്നിവയൊരുക്കും. 2ാം നിലയിൽ 6 ക്ലാസ് മുറികളും കുട്ടികളുടെ ലൈബ്രറിയും, 3ാം നിലയിൽ 6 ക്ലാസ് മുറികളും സമ്മേളന ഹാളും ബാൽക്കണിയുമാണ് സജ്ജീകരിക്കുന്നത്. ഓരോ നിലകളിലും ടോയ്ലറ്റ് സൗകര്യവും ഉണ്ടാകും. 60 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഓഡിറ്റോറിയത്തിൽ ശീതീകരണം ഉൾപ്പെടെയുള്ള നവീകരണ പദ്ധതികൾ നടപ്പാക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിനാണ് മിനി തിയേറ്ററിന്റെ നിർമ്മാണ ചുമതല. 28.88 ലക്ഷം രൂപയാണ് പദ്ധതി വിഹിതം. M നൌഷാദ്
MLA അധ്യക്ഷത വഹിച്ചു. ഭയങ്കര സ്ട്രെയിനാണ്. കണ്ണൂർ മുതൽ ഇങ്ങോട്ടുള്ളവരെല്ലാം മന്ത്രിയെടുത്ത് നേരിട്ട് വന്ന് പറഞ്ഞാൽ 24 മണിക്കൂറല്ലേ ഉള്ളൂ. ഒരു ഫയല് എല്ലാരും നേരിട്ടങ്ങ് വിളിക്കുന്നു, വന്ന് കാണുന്നു, മറ്റത് പരിഹരിച്ചു തരണം, ഇത് പരിഹരിച്ചു തരണം എന്ന് പറയത്തില്ലേ സാറേ? അത് സ്വാഭാവികമാണ്. അപ്പൊ അതിനെല്ലാം അതിജീവിച്ചിട്ടാണ് ഇതിനെല്ലാം ഓടിയെത്തുന്നത്. ഈ ഓടിയെത്തുമ്പോഴും ഞാനിപ്പോ കൂടെ യാത്ര ചെയ്തപ്പോ മനസ്സിലാക്കിയത് അന്നേരവും ലൈനിൽ ഇപ്പം മറ്റേ ഇതാണല്ലോ, ഈ ഫയലിംഗ് ആണല്ലോ. അപ്പൊ വണ്ടി ഇരുന്ന് പല യാത്രക്കിടയിലും ഫയൽ നോട്ടവും അപ്രൂവലും ഒക്കെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ വൈകിയത്. പക്ഷെ നിങ്ങൾ കാണുന്നത് ഉത്തരവാദിത്തമില്ലായ്മയായിട്ടാണ്. ബാലഭവൻ ചെയർപേഴ്സൺ എസ് നാസർ, മാനേജിംഗ് കമ്മിറ്റി അംഗം ആനേടി പ്രസാദ, തീരദേശ വികസന കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ IG ഷിലു, കോർപ്പറേഷൻ കൗൺസിലർ T ഷൈനി, ബീന സജീവ്, ഗിരിജ സുന്ദരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഭവന നിർമ്മാണത്തിനും ആരോഗ്യ മേഖലയ്ക്കും മുൻഗണന നൽകി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് 18.60 കോടി രൂപയുടെ ബജറ്റാണ് അവതരിപ്പിച്ചത്. ലൈഫ് ഭവന പദ്ധതിക്കായി 1.17 കോടി രൂപ വകയിരുത്തി. ഭവന നിർമ്മാണത്തിനും ആരോഗ്യ മേഖലയ്ക്കും മുൻഗണന നൽകിയാണ് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത്. 18.60 കോടി രൂപ വരവും 18.04 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S ഗീതാകുമാരി അവതരിപ്പിച്ചത്. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷം സംസ്ഥാന വിഹിതമായി അനുവദിച്ചിട്ടുള്ള വികസന ഫണ്ട് പൊതുവിഭാഗത്തിന്റെ വിഹിതമായ 4,88,09,000 രൂപയും പട്ടികജാതി വിഭാഗം വികസന ഫണ്ടായി 1,72,60,000 രൂപയും പട്ടികവർഗ ഉപപദ്ധതിക്കായി 85,000 രൂപയും ജനറൽ പർപ്പസ് ഫണ്ടിനത്തിൽ 1,01,31,000 രൂപയും ധനകാര്യ കമ്മീഷൻ ബേസിക് ഗ്രാന്റിൽ പ്രതീക്ഷിക്കുന്ന 64,24,000 രൂപയും ധനകാര്യ കമ്മീഷൻ ടൈഡ് ഗ്രാന്റ് ഫണ്ടിനത്തിൽ പ്രതീക്ഷിക്കുന്ന 96,36,000 രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതികൾക്കായി 1.17 കോടി രൂപയും കുട്ടികൾ, ഭിന്നശേഷിയുള്ളവർ എന്നിവർക്കായി 56 ലക്ഷം രൂപയും വയോജന സംരക്ഷണത്തിനായി 28 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി. മാലിന്യ നിർമ്മാർജ്ജനത്തിന് 25 ലക്ഷവും ജെൻഡർ പാർക്ക് നിർമ്മാണത്തിന് 10 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട്. വൃക്കരോഗികൾക്ക് ഡയാലിസിസ് നടത്തുന്നതിനായി FHCയിൽ ഡയാലിസിസ് യൂണിറ്റ്, പട്ടികജാതി വികസന പദ്ധതികൾ, കൃഷി, ദാരിദ്ര്യ ലഘൂകരണം തുടങ്ങിയ പദ്ധതികൾക്കും തുക മാറ്റിവെച്ചു. ബജറ്റ് അവതരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം നജീം മണ്ണേൽ, ശരണ്യ, അരുൺ, KS പുരം സുധീർ, ഉല്ലാസ്, ലിജു, കബീർ എൻസൈൻ, രേഖ തുടങ്ങിയവർ പങ്കെടുത്തു. സമൂഹത്ത് താഴെ നിൽക്കുന്ന ആൾക്കാരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ദാരിദ്ര്യ ലഘൂകരണത്തിൻ്റെ ഭാഗമായി ലൈഫ് പദ്ധതിയും ഉൽപ്പാദന കാർഷിക കേന്ദ്രമായ ഓച്ചിറ ഉൽപ്പാദന മേഖലയിൽ കാർഷിക ഇതര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ടുകൾ വയ്ക്കുകയും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ഏറെ പ്രാധാന്യത്തോടെ നടപ്പിലാക്കുന്ന ഡയാലിസിസ് യൂണിറ്റിൻ്റെ പ്രവർത്തനം. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കുളത്തൂപ്പുഴ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ ഡാലിക്കരിക്കം നിവാസികൾ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ്. വന്യജീവികളിൽ നിന്നും സംരക്ഷണം ഒരുക്കുക, പുനരധിവാസ പദ്ധതിക്ക് സത്വര നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡാലിക്കരിക്കം നിവാസികൾ സമരം നടത്തിയത്. അവിടുന്ന് ഇറക്കി വിട്ടത് എങ്ങോട്ടെങ്കിലും പോയി കാട്ടാന ശല്യം കാരണം 2 ദിവസത്തോടെ സ്കൂളിൽ പോയത്. പരീക്ഷ ഒരടുത്ത് നിങ്ങളൊന്നും കാണ് പരീക്ഷയ്ക്ക് വരെ പോകാൻ പറ്റുന്ന സംശയമുണ്ട്. ഇത്രയും പേരുണ്ടായോണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ എന്റെ മുച്ചിനായിട്ട് ആരടിച്ചിട്ടപ്പോ ഐസിയിലാണ്. ഇവർക്ക് ഇതൊക്കെ പറയാൻ തമാശയാണ്. ഇവരത് കാലത്തെ കണ്ടു തുറക്കുന്നത് വിഷമക്കാരനോട് പറയുന്നത്. കുളത്തൂപ്പുഴ റേഞ്ച് ഓഫീസിന് മുന്നിലാണ് ഡാലിക്കരിക്കം നിവാസികൾ സമരം നടത്തിയത്. സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ് നേതാക്കളായ സാബു എബ്രഹാം, സുഭിലാഷ് കുമാർ, ചോഴിയക്കോട് സലീം എന്നിവർ രംഗത്തെത്തി. മുഴുവൻ പട്ടികജാതി സംഘടനകളെ ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ സമരം തന്നെ ചെയ്യും. ഞങ്ങളുടെ വിജയം വരെ. അല്ല എങ്കിൽ നമ്മൾ അറസ്റ്റ് ചെയ്യുക, വെടിവെച്ച് കൊല്ലുകയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാം. അതിനുള്ള ഫുൾ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല.
വന്യജീവികളിൽ നിന്ന് സംരക്ഷണമൊരുക്കണമെന്നും ഡാലിക്കരിക്കം, മാത്രക്കരിക്കം, വട്ടംകരിക്ക നിവാസികൾക്ക് പുനരധിവാസ പദ്ധതി പ്രകാരമുള്ള അർഹമായ തുക നൽകി മാറ്റിപ്പാർപ്പിക്കാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ഒരുപാട് കാലം മുതലേ നമ്മളെ പറഞ്ഞു പറ്റിക്കുന്ന അവരാണ് ഈ റേഞ്ച് ഓഫീസറും അതിൻ്റെ ആൾക്കാരും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മളെടുത്ത് പറഞ്ഞ് നിങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടാം, നിങ്ങൾ അതിൻ്റെ പേപ്പറുകളും കാര്യങ്ങളും കൊണ്ട് തന്നാൽ മതി, ഞങ്ങൾ അതിൻ്റെ വേണ്ടിയ പരിഹാരങ്ങൾ കണ്ടെത്തിക്കാന്ന് DFO ഉൾപ്പെടെ അവിടെ വന്ന് നമുക്ക് പറഞ്ഞ് വാഗ്ദാനം തന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം പേപ്പറുകൾ വരെ എത്തിച്ച് കൊണ്ടു കൊടുക്കുന്നതിന് ഇവർ ഓരോ വാക്കുകൾ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കിക്കൊണ്ടേയിരിക്കുന്നു. തൊട്ടടുത്ത പ്രദേശത്തുള്ളവരെ മൊത്തം ഇറക്കുകയും ചെയ്ത് നമ്മളിപ്പോൾ അവിടുത്തെ കുറച്ച് ആൾക്കാർ മാത്രം ഇന്നും അവിടെ ഇതായി. തിരുവനന്തപുരം DFO ഷാനവാസിന്റെ നിർദ്ദേശപ്രകാരം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അരുൺ രാജേന്ദ്രൻ സമരക്കാരുമായി ചർച്ച നടത്തി. ഈ പറഞ്ഞ രീതിയിൽ കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതൊരു വല്ലാത്തൊരു ചതിയാണ്. പിന്നീട് അതോടൊപ്പം തന്നെ ഈ ആന തുടർച്ചയായിട്ട് അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ അവരുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് നിങ്ങളിവിടെ അവർ വന്ന് കാണുന്നു, അവരെ പറഞ്ഞു വിടുന്നു, ഇതുപോലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നു, അവർ തിരിച്ചു പോകുന്നു, വീണ്ടും ഇത് ആവർത്തിക്കുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാതെ ഒരു നടപടി 7 വർഷമായിട്ട് ഒരു നടപടിയും കാണുന്നില്ല. ഇപ്പം ആന കഷ്ടിച്ച് അയാളെ രക്ഷപ്പെട്ടു. നാളെ വാക്ക് കേട്ടിട്ടെന്ന് പോകുന്നു. അവിടെ വാച്ചർമാരുടെ സേവനം ഉണ്ടോന്ന് വെച്ചാൽ അവിടെ ഇല്ല, RRTക്കാരുടെ സേവനം ഉണ്ടോന്ന് വെച്ചാൽ അതില്ല, പിന്നെ ഫോറസ്റ്റ് ഗാർഡുകളുടെ സേവനം ഉണ്ടോന്ന് വെച്ചാൽ അതുമില്ല. ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പെൻഡിങ് പോലും നമ്മളുടെ ഡിവിഷനിലോ ഈ പറഞ്ഞ റേഞ്ചിലോ ഇല്ല. നമുക്ക് ആകെ കൂടിയുള്ള ഒരു സാമ്പത്തികത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് നിലവിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ നിലവിൽ RKDPയും അതോടൊപ്പം തന്നെ കിഫ്ബിന്നാണ് നമുക്ക് ഫണ്ട് അനുവദിച്ചുകൊണ്ടിരുന്നത്. ചെറിയൊരു സാമ്പത്തിക ഒരു ഒഴുക്ക് കുറവാണ്. അപ്പം നമുക്ക് ഉടൻ തന്നെ അത് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളത് പ്രതീക്ഷിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഉടനാവുമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ട്. നിങ്ങൾ മാത്രമല്ല, കേരളത്തിൽ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇപ്പം നിങ്ങൾക്ക് മാത്രമായിട്ട് ഡാലിയിൽ തന്നെ ഇവിടെ ഏകദേശം 15 കോടി രൂപയോളം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കിത് നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവരുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. തുടർന്ന് പ്രതിഷേധക്കാർ പരാതി തയ്യാറാക്കി ഒപ്പുശേഖരണം നടത്തി റേഞ്ച് ഓഫീസർക്കും മുഖ്യമന്ത്രിക്കും നൽകി. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പുനലൂർ വഴി പുതിയ KSRTC ബസ്സുകൾ ആരംഭിച്ചു. പുനലൂർ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ, പത്തനാപുരം ഡിപ്പോകളിൽ നിന്നാണ് സർവീസുകൾ ആരംഭിച്ചത്. PS സുബാൽ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. പുനലൂർ KSRTC ഡിപ്പോയിൽ നിന്നും ദീർഘദൂര സർവീസായി ആരംഭിക്കുന്ന പുനലൂർ നിലമ്പൂർ സർവീസിന്റെയും ആര്യങ്കാവിൽ നിന്നും ആരംഭിക്കുന്ന ആര്യങ്കാവ്, തെന്മല, ആയിരനെല്ലൂർ, അഞ്ചൽ, ആയൂർ വഴി വർക്കലയ്ക്ക് പോകുന്ന സർവീസിന്റെയും കുളത്തൂപ്പുഴയിൽ നിന്നും എറണാകുളം വഴി ഗുരുവായൂർ സർവീസിന്റെയും പത്തനാപുരം ഡിപ്പോയിൽ നിന്നും പുനലൂർ, വെഞ്ചേമ്പു വഴി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് പോകുന്ന സർവീസുകളുടെയും ഫ്ളാഗ് ഓഫാണ് PS സുബാൽ MLA നിർവഹിച്ചത്. പുനലൂർ മണ്ഡലത്തിലെ 3 KSRTC ഡിപ്പോകളിൽ നിന്നുമായി 5 വർഷക്കാലമായി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെന്നും 5 വർഷം കൊണ്ട് 3 ഡിപ്പോകളിൽ നിന്നുമായി 25ലധികം പുതിയ സർവീസുകൾ ആരംഭിക്കാൻ കഴിഞ്ഞതായും MLA പറഞ്ഞു. പത്തനാപുരത്ത് നിന്ന് നമ്മുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് പത്തനാപുരത്ത് നിന്ന് ഒരു ബസ് സർവീസ് ആരംഭിക്കുക, പുനലൂരിൽ നിന്ന് നിലമ്പൂർ സർവീസ് ആരംഭിക്കുക, അതുപോലെ തന്നെ കുളത്തൂപ്പുഴയിൽ നിന്ന് എറണാകുളം വഴി ഗുരുവായൂർ സർവീസ്, ആര്യങ്കാവ് ഡിപ്പോയിൽ നിന്ന് ആയിരനെല്ലൂർ വഴി നമ്മൾ വർക്കലയ്ക്ക് ഒരു സർവീസ് ആരംഭിക്കുക, പത്തനാപുരം ഡിപ്പോയിൽ നിന്ന് വെഞ്ചേമ്പ്, തടിക്കാട് വഴി മെഡിക്കൽ കോളേജ് സർവീസ് ആരംഭിക്കും. അപ്പോൾ ഇത് നമ്മുടെ യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമായി മാറും. ഇപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞല്ലോ, കൊളുത്തുപ്പുഴയിൽ നിന്ന് ആരംഭിക്കുന്ന ഗുരുവായൂർ സർവീസ് രാത്രിയാണ് തിരിച്ച് വരുന്നത്. അല്ലെങ്കിൽ വരുമ്പോൾ ഇപ്പോൾ 8 മണിക്ക് ശേഷം അവിടുന്ന് വരുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. കൊളുത്തുപ്പുഴയ്ക്കുള്ള ആ ബുദ്ധിമുട്ട് ഒരു കാലത്ത് അനുഭവിച്ചിരുന്ന ആളുകളാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. വേലൂരിലെത്തണമെങ്കിൽ രാത്രി ട്രെയിൻ വന്ന് അല്ലെങ്കിൽ ബസ്സിൽ വന്ന് കൊല്ലത്തിറങ്ങിയിട്ട് പിന്നെ നമുക്ക് നാട്ടിലോട്ട് വരുന്നതിന് പ്രയാസം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആര്യങ്കാവ്, കുളത്തൂപ്പുഴ KSRTC ഡിപ്പോകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 90 ലക്ഷം രൂപ അനുവദിച്ച് വർക്ക് ടെൻഡർ ചെയ്തതായും MLA പറഞ്ഞു. പുനലൂർ KSRTC ഡിപ്പോയിൽ ആധുനിക സൗകര്യത്തോടു കൂടിയ കെട്ടിടം നിർമ്മിക്കാൻ 5 കോടി രൂപ നൽകിയിട്ടുണ്ട്. PWD കെട്ടിട വിഭാഗത്തിന് തുക കൈമാറി. KSRTC എഞ്ചിനീയറിംഗ് വിഭാഗവും പൊതുമരാമത്ത് എഞ്ചിനീയറിംഗ് വിഭാഗവും സംയുക്തമായി അത്യാധുനിക നിലയിലുള്ള കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഡിസൈനുകൾ തയ്യാറാക്കി വരികയാണെന്നും MLA പറഞ്ഞു. പുനലൂർ നഗരസഭാ വൈസ് ചെയർമാൻ K പ്രഭ,
നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുഭാഷ് ജി നാഥ, രാജശേഖരൻ, CPI മണ്ഡലം സെക്രട്ടറി VP ഉണ്ണികൃഷ്ണൻ, ATO ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു. ശേഷം 100ഓളം പുതിയ സംരംഭങ്ങളാണ് KSRTC ഭാഗമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ നമ്മുടെ മേഖല എടുത്തു പറയുകയാണെങ്കിൽ സുഭാഷ് സാർ, ഗണേഷ് സാർ കൂട്ടുകെട്ട് വന്നതിന് ശേഷം പുനലൂർ, അരിങ്കാവ്, കൊളുത്തുപുഴ ഡിപ്പോകളിൽ ആകെ 25 സർവീസുകളാണ് പുതിയതായിട്ട് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ആര്യങ്കാവ് ഡിപ്പോയിൽ നിന്നും 2 ഓർഡിനറി LS ചെയിൻ സർവീസ് കൊല്ലം, ആര്യങ്കാവ് എറണാകുളം, ആര്യങ്കാവ് തിരുവനന്തപുരം ഫാസ്റ്റ് പാസഞ്ചർ സർവീസ്, ബ്രാൻഡ് ന്യൂ ബസ്സായ മിനി ബസ് ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ വഴി, പിന്നെ ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന വർക്കല, ആയിരനല്ലൂർ, അഞ്ചൽ, ആയൂർ, പള്ളിക്കൽ, പായ്പള്ളി വഴി വർക്കല. കൊളുത്തുപുഴ ഡിപ്പോയിൽ നിന്ന് 2 കൊല്ലം ചെയിൻ അഡീഷനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ ബ്രാൻഡ് ന്യൂ ലിങ്ക് ബസ് ഫാസ്റ്റ് പാസഞ്ചറായിട്ട് നമ്മൾ രാവിലെ ദീർഘകാലത്തെ ടെക്നോ പാർക്കുകാരുടെ ആവശ്യമായിരുന്നു. ടെക്നോ പാർക്ക് വഴി കോവളം, ആഴിമല ക്ഷേത്രം വഴി വിഴിഞ്ഞം പൂവാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഹോർമോൺസ് സംബന്ധമായ രോഗനിർണയത്തിനെത്തിച്ച ആധുനിക മെഷീൻ 2 വർഷമായി പ്രവർത്തിപ്പിക്കുന്നില്ല. മൈനാഗപ്പള്ളി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ സൂപ്രണ്ടിനെ ഉപരോധിച്ച് BJP. 8 ലക്ഷം രൂപ വരുന്ന ആധുനിക മെഷീനാണ് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നത്. എത്ര ഹോസ്പിറ്റൽ അഴീക്കല്, ആലപ്പാട്, കരുനാഗപ്പള്ളി, ശാസ്താംകോട്ട, തേവലക്കര, ഈ 5 ഹോസ്പിറ്റലിന്റെ ഹെഡാണിത് CT സെന്ററായി. അപ്പൊ ഇവിടെ ഒരു പുരോഗമനമില്ല. ബാക്കിയുള്ള ഈ കരുനാഗപ്പള്ളി, ശാസ്താംകോട്ട, ആലപ്പാട്, തൊടിയൂർ, ഈ പഞ്ചായത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഇതെല്ലാം വികസനമുണ്ട്. ഇതിന്റെ എല്ലാ ഹെഡാണിത്. ഹോർമോൺ സംബന്ധമായ രോഗനിർണയത്തിനായി മൈനാഗപ്പള്ളി ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച ആധുനിക മെഷീനാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നത്. 2 വർഷമായി മെഷീൻ പ്രവർത്തിപ്പിച്ചിട്ടില്ല. 8 ലക്ഷം രൂപ വില വരുന്ന ഇലക്ട്രോണിക് മെഷീൻ ആശുപത്രി അധികൃതർ പൂട്ടിവെച്ചിരിക്കുകയാണെന്ന് ആരോപിച്ചാണ് BJP മൈനാഗപ്പള്ളി തെക്ക് പഞ്ചായത്ത് കമ്മിറ്റി ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചത്. അറിയാം, 3 തരാൻ ഏത് തൈറോയിഡ് നോക്കിക്കഴിഞ്ഞാൽ നേരെ നോക്കിക്കോളാം. ഇവിടെ ഇതുണ്ടായിരുന്നെങ്കിലോ, ഈ മെഷീൻ ഉണ്ടായിരുന്നെങ്കിലും മേഡം 5 രൂപയാകത്തുള്ളൂ. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലാവും. ഇത് സാധാരണക്കാരാണ് വരുന്നത് ഇവിടെ. നമ്മളിപ്പോ ലാസ്റ്റ് ഇപ്പൊ ഒരു സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ഐസൊലേഷൻ ഇപ്പഴാ പറയുന്നത്. ഒരാൾ ഇങ്ങനെ ഈ ട്രാൻസ്ഫോമർ ഇങ്ങനെയുള്ളടത്ത് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു സംഭവം വെക്കാം, അങ്ങനെ വെക്കണം, അങ്ങനെ വെച്ചാൽ മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം പറയുന്നു. പക്ഷെ നമുക്ക് അതിന്റെ ഇപ്പൊ ലോഡ് ഇതൊക്കെ മൊത്തം മെഷീനോടല്ലേ വെക്കും, ഒരു മെഷീനായിട്ട് വെക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എത്ര KVയുടെ വേണം, അതിനൊക്കെ ഒരു ലോഡ് അസസ് ചെയ്യണം, എന്നിട്ടേ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനുള്ള പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കും. HMC കൂടിയിട്ട് അത് തീരുമാനമാക്കാൻ വേണ്ടിയിട്ട്. ക്യാൻസർ ടെസ്റ്റ്, തൈറോയ്ഡ് ടെസ്റ്റ്, വന്ധ്യതാ ടെസ്റ്റ് വരെ ഈ ഉപകരണം മൂലം നിർണ്ണയിക്കാൻ കഴിയും. എർത്തിങ് സംവിധാനത്തിലെ വീഴ്ചയാണ് മെഷീൻ ഉപയോഗിക്കാത്തതിന് കാരണമായി ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ ഇതിന്റെ വീഴ്ച പരിഹരിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. 1 മാസത്തിനകം മെഷീൻ പ്രവർത്തിപ്പിക്കാമെന്ന ഉറപ്പിലാണ് ഉപരോധം അവസാനിപ്പിച്ചത്. BJP മൈനാഗപ്പള്ളി തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ പിള്ള, ന്യൂനപക്ഷ മോർച്ച കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ബിനോയ് ജോർജ്, ജില്ലാ കമ്മിറ്റി അംഗം A രാധാകൃഷ്ണപിള്ള, കർഷക മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ഉണ്ണി പള്ളിയാടി, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ശശിധരൻ, വൈസ് പ്രസിഡന്റ് ഭാസ്കരൻകുട്ടി, പ്രദീപ്, കൃഷ്ണൻകുട്ടി, അരുൺ, പത്മകുമാർ, സുനിൽ എന്നിവർ പങ്കെടുത്തു. രക്തത്തിന്റെ വിവിധ തലങ്ങളിലുള്ള പരിശോധന നടത്തുന്ന ഒരു ഉപകരണം ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ട് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് അത് കേടാണെന്ന് എർത്തിങ്ങിന്റെ ഏതോ വിഷയം കൊണ്ടാണ് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് 2 വർഷത്തിലധികമായിട്ട് ഇവിടെ സ്റ്റോറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഈ പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് അത്യാവശ്യം ചികിത്സയ്ക്കായി ഇവിടെ എത്തുന്നവർക്ക് രക്തത്തിന്റെ വിവിധ തലങ്ങളിലുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള അത്യാധുനിക സൗകര്യമുള്ള ഒരു ഉപകരണം അത് വേണ്ടത്ര രീതിയിൽ പ്രയോജനപ്പെടുത്താതെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ മാനേജിംഗ് കമ്മിറ്റിയും ഇതിന്റെ ഭരണ ചുമതലയുള്ള ത്രിതല പഞ്ചായത്തിൽ പെടുന്ന ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളോടുള്ള തീർത്തും അവഗണന. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തേവലക്കര പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, കൂലി കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ.
ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, കൂലിക്കുടിശ്ശിക അനുവദിക്കുക, തൊഴിൽ ദിനങ്ങൾ 200 വേതനം 600 രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NREG വർക്കീസ് യൂണിയൻ ചവറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തേവലക്കര പോസ്റ്റ് ഓഫീസിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തിയത്. തേവലക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ ധർണ CPIM ഏരിയ സെക്രട്ടറി R. രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷത്തിന്റെ 63 MPമാർ പിന്തുണ കൊടുത്തതുകൊണ്ടാണ് അന്ന് BJP ഗവൺമെന്റ് വരാതിരിക്കാൻ കോൺഗ്രസിന്റെ ഗവൺമെന്റിനെ നമ്മൾ പിന്തുണച്ചത്. അപ്പോ കോൺഗ്രസ് തിരിച്ച് CPMനോട് വെച്ചിട്ടുള്ള നിർദ്ദേശം, നിങ്ങൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് നിങ്ങളുടെ ഒരാളിനെ തരണം, കേന്ദ്രമന്ത്രിസഭയിലേക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന ആളുകളെ തരാം. ഇതൊന്നും CPM സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, CPM പറഞ്ഞു ഞങ്ങൾ നിരുപാധിക പിന്തുണ തരാം, അത്തരത്തിൽ അധികാരങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട, പക്ഷേ 1-2 കാര്യങ്ങൾ ഞങ്ങൾക്ക് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടപ്പാക്കാൻ ഉറപ്പ് നൽകണം. അങ്ങനെ മിനിമം കോമൺ പ്രോഗ്രാമിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാമെന്ന് കോൺഗ്രസ് ഉറപ്പ് തന്നിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് 2005-ൽ ഈ പദ്ധതി പാർലമെന്റിൽ ബില്ലായി അവതരിപ്പിച്ച് പാസാക്കിയെടുക്കുന്നു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് S. സേതുലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. MV പ്രസാദ്, R. രാമചന്ദ്രൻപിള്ള, KA നിയാസ്, K. മോഹനക്കുട്ടൻ, V. മധു, V. ഗോവിന്ദപിള്ള, K. മനോഹരൻ, N. വിക്രമക്കുറുപ്പ്, L. വിജയൻ നായർ, GR ഗീത, അൻസാർ കാസിംപിള്ള, ഹെൻറി സേവിയർ, TN നീലാംബരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. വിളക്കുടിയിൽ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ പന്നികളെ വെടിവെച്ചു കൊല്ലാൻ ഗ്രാമപഞ്ചായത്ത് ഉത്തരവിറക്കിയിരുന്നു. വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ കാര്യറ മേഖലയിലാണ് കാട്ടുപന്നി ശല്യം രൂക്ഷമായിട്ടുള്ളത്. കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് ഉത്തരവിറക്കിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം കാര്യറയിലെ കൃഷിഭൂമിയിലെത്തിയ കാട്ടുപന്നിയെ ലൈസൻസി ഷൂട്ടർ വിളക്കുപാറ സ്വദേശി ഡാനിയൽ വെടിവെച്ചു കൊന്നത്. പന്നിയുടെ ജഡം JCB എത്തിച്ച് കുഴിയെടുത്ത മണ്ണെണ്ണ ഒഴിച്ചതിനു ശേഷം കുഴിച്ചിട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു V.M, പഞ്ചായത്ത് അംഗങ്ങളായ അഫ്സൽ മജീദ്, സലിം തോട്ടത്തിൽ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പന്നിയെ വെടിവെച്ചു കൊന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ യോഗത്തിൽ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ മജീദാണ് കാട്ടുപന്നി വിഷയം കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. തുടർന്നാണ് പന്നികളെ വെടിവെച്ചു കൊല്ലുന്നതിന് ഗ്രാമപഞ്ചായത്ത് ഉത്തരവിറക്കിയത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJPയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. പുനലൂർ മുനിസിപ്പൽ സമിതിയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. പൊതുശ്മശാനം പ്രവർത്തനക്ഷമമാക്കുക, തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. BJP പുനലൂർ മുനിസിപ്പൽ സമിതിയുടെ നേതൃത്വത്തിലാണ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. BJP മണ്ഡലം പ്രസിഡന്റ് മനോജ് അഷ്ടമംഗലം ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുശ്മശാനം പ്രവർത്തനക്ഷമമാക്കണമെന്നും നഗരസഭയിലെ പ്രദേശങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണമെന്നും പുനലൂർ നഗരസഭയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നും നഗരസഭയിലെ ജനങ്ങളുടെ അടിസ്ഥാന വികസനം നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇവിടുത്തെ സാധാരണക്കാരന് മനസ്സിലായതാണ്, ഇവിടെ 45 വർഷം ഇടതുപക്ഷം കുത്തകയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റികളിലെ അഴിമതികൾ, വികസന മുരടിപ്പ് എന്നിവയ്ക്കെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി മുനിസിപ്പൽ ഏരിയയുടെ പേരിൽ ഇന്നിവിടെ ഒരു സായാഹ്ന ധർണ നടത്തുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഇന്ന് പുനലൂർ ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടിവെള്ള പ്രശ്നം, 2 തെരുവുനായ ശല്യം, 3 വഴിവിളക്കുകൾ, 4 നമ്മുടെ ഇവിടുത്തെ പൊതു ശ്മശാനം, ഏതാണ്ട് ഒരു 4-5 ട്രിപ്പ് തന്നെ അതിന്റെ അറ്റകുറ്റപ്പണികൾക്ക് കോടികൾ ചെലവഴിച്ചിരിക്കുകയാണ്. ഇവിടെ 2 സെന്റ് 3 സെന്റിൽ താമസിക്കുന്ന സാധാരണക്കാർ മരിക്കപ്പെടുമ്പോൾ നമുക്ക് ആവശ്യമായ ഈ പൊതു ശ്മശാനം ഇവിടെ പൂട്ടിക്കിടക്കുകയാണ്. പിന്നെ 10-45 കിലോമീറ്റർ ഓടി നമ്മൾ കൊല്ലത്താണിത് ഈ ബോഡി കൊണ്ടുപോയി നമ്മൾ സംസ്കരണം ചെയ്യുന്നത്. എന്തുകൊണ്ട് നമ്മുടെ ഈ പുനലൂർ സാധിക്കുന്നില്ല? ഇവിടുത്തെ ഇടതുപക്ഷത്തിന് ആരെ കുറ്റം പറയാൻ പറ്റും? വർഷങ്ങളായി തുടർഭരണമാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഏതോ ഒരു 4 വർഷം UDFന്റെ ഒരു ഭരണം വന്നു. ഈ പുനലൂർ മുനിസിപ്പാലിറ്റി നിലവിൽ വന്നപ്പം തൊട്ട് തന്നെ BJP പുനലൂർ വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് തുളസീധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പ്രിൻ പ്രസാദ്, സുരേഷ് ഉട്ടിക്കൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹരികുമാർ, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ഇടമൺ റജി, BJP നഗരസഭാ കൌൺസിലർ ദീപ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം ഗുണശേഖരൻ, BJP നേതാക്കളായ
സാവിത്രി, വത്സല, സുരേഷ് ബാബു, പുഷ്പകുമാരി, ശശി, കാർത്തിക, ഹബീബുള്ള, ലിജിത്ത്, രാജീവ് ആരംപുന്ന, അജയൻ, രാജീവ് തൊളിക്കോട്, മണിക്കുട്ടൻ, അയ്യപ്പൻ എന്നിവർ പങ്കെടുത്തു. ഇന്നിവിടെ ഈ ധർണ നടത്താനുള്ള സാഹചര്യത്തെക്കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിലവിലെ ഈ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ഈ മുനിസിപ്പാലിറ്റിയിലുണ്ട്, ചെയർമാനായിട്ടും അല്ലാതെയും ഒക്കെ. ഈ മുനിസിപ്പാലിറ്റിയിലെ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ചെയർമാനായിട്ടിരിക്കുന്ന അവസരത്തിൽ അന്ന് ഞങ്ങൾ BJPയുടെ പ്രകടനം നടത്തിക്കൊണ്ട് ആവശ്യപ്പെട്ടത് ഈ മുനിസിപ്പാലിറ്റിയിലെ ഒരു മൂത്രപ്പുരയില്ല, അതുണ്ടാവണം. പക്ഷേ ഈ 25 വർഷം പിന്നിടുമ്പോൾ ഇപ്പോൾ നഗരസഭ ചെയർമാൻ പത്രസമ്മേളനം വിളിച്ചു പറയുന്നു നഗരസഭയിൽ ഒരു 10 മൂത്രപ്പുരയുടെ ആവശ്യമുണ്ടെന്ന്. ഈ നാട്ടിലെ ഇടതുപക്ഷത്തിന്റെ LDFന്റെ ഭരണസമിതിയാണ് ഈ പുനലൂർ നഗരസഭ ഭരിച്ചിരുന്നത്. ഈ നമ്മുടെ നാട്ടിൽ വികസന കാര്യത്തിൽ ജനങ്ങളുടെ അടിസ്ഥാന വികസനങ്ങളിൽ അവർക്ക് വേണ്ടുന്ന സൗകര്യമൊരുക്കുന്നതിൽ ഏറ്റവും അധികം പിന്നോക്കം നിൽക്കുന്ന ഒരു നഗരസഭ കേരളത്തിലുണ്ടെങ്കിൽ അത് പുനലൂർ നഗരസഭയാണ്. ഉമ്മൻചാണ്ടി നടത്തിയ അഴിമതിയെ മുന്നിൽ കാട്ടിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിന്റെ മുന്നിൽ, കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ചില കപട വാഗ്ദാനങ്ങൾ കൊടുത്തു. എന്തായിരുന്നു വാഗ്ദാനങ്ങൾ? ആ കപട വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ അഴിമതി തുടച്ചിലേക്കും. 1. 2. ക്രമസമാധാന നില ഭദ്രമാക്കും. 3. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, പഠിച്ചു കഴിഞ്ഞിട്ടുള്ള യുവാക്കൾക്കും യുവതികൾക്കും ഞങ്ങൾ തൊഴിൽ കൊടുക്കും. അങ്ങനെ അതേപോലെ തന്നെ വിലക്കയറ്റം പിടിച്ചു നിർത്തും. ഇങ്ങനെ മർമ്മപ്രധാനമായിട്ടുള്ള കപട വാഗ്ദാനങ്ങൾ കേരളത്തിലെ മുഴുവൻ വീടാന്തരം കയറിയിറങ്ങി ഈ മാർക്സിസ്റ്റുകാർ മുഴുവൻ വീടുകളും കയറിയിറങ്ങി പറഞ്ഞു. LDFകാരനായിരുന്നു. ഞങ്ങള് കോർപ്പറേഷനില് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ, ആദ്യ കാലഘട്ടത്തിലൊക്കെ ഒരാളായിരുന്നു കോർപ്പറേഷനിൽ. മരുതൻകുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത്, വട്ടിയൂർക്കാവിലെ മണ്ഡലത്തില് മരുതൻകുഴി എന്ന സ്ഥലത്ത് നിന്ന് കോർപ്പറേഷനിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു കൗൺസിലറായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യ മഹാരാജ്യത്വം ഞങ്ങള് 1ഉം 2ഉം പേരിൽ നിന്നാണ് തുടങ്ങിയത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇപ്പോൾ ശുക്രനാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് വെച്ചടി കയറ്റമാണ്. 1980-ലുണ്ടായ പാർട്ടിയാണ്. ഇന്നിതാ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തില് 11 വർഷക്കാലം കൊണ്ട് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നു. BJP ഈസ്റ്റ് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ബിജു ചെമ്പകശ്ശേരി സ്വാഗതവും BJP വെസ്റ്റ് ഏരിയ വൈസ് പ്രസിഡന്റ് മധുസൂദനൻ നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള സൗജന്യ ഭവനങ്ങളുടെ താക്കോൽ കൈമാറി. 160 വീടുകളാണ് പദ്ധതിയിൽ നിർമ്മിക്കുന്നത്. 8 വീടുകളുടെ താക്കോലാണ് കൈമാറിയത്. ഭവന നിർമ്മാണത്തിനും ആരോഗ്യ മേഖലയ്ക്കും മുൻഗണന നൽകി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. 18.60 കോടി രൂപയുടേതാണ് ബജറ്റ്. ലൈഫ് ഭവന പദ്ധതിക്കായി 1.17 കോടി രൂപ വകയിരുത്തി. കൊല്ലം ജവഹർ ബാലഭവനിൽ വികസന പദ്ധതികൾക്ക് തുടക്കം. 2.88 കോടിയുടെ വികസന പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ബാലഭവൻ സുവർണ ജൂബിലി സ്മാരക ബഹുനില ആസ്ഥാന മന്ദിരം, ഓഡിറ്റോറിയ നവീകരണം, മിനി തിയേറ്റർ എന്നിവ നവീകരിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.